സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട പ്ലാൻ ഫണ്ട് വിഹിതം ലഭിക്കാത്തതിൽ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ച UDF കൗൺസിലർമാർ 2025-26 വർഷത്തെ പ്ലാൻ ഫണ്ടിലെ മൂന്നാം ഗഡു ലഭിക്കാത്തതിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ മുടങ്ങിയെന്നും പ്രതിപക്ഷം കൗൺസിലിനെ അറിയിച്ചു. വിഷയത്തിൽ സർക്കാരിലേക്ക് പ്രതിഷേധം അറിയിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചെങ്കിലും കൗൺസിലിൽ ആവശ്യം തള്ളി. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ കൗൺസിൽ അജണ്ടകൾ ചർച്ച ചെയ്യും മുമ്പാണ് നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിഷയം UDF അംഗം KM ഇസഹാഖ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. 2025-26 വർഷത്തെ സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ട പ്ലാൻ ഫണ്ട് മൂന്നാം ഗഡു അനുവദിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും ഇതുമൂലം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ്, ക്ഷീര കർഷകർക്ക് ലഭിക്കേണ്ട മിൽക്ക് ഇൻസെന്റീവ്, കർഷകർക്ക് ലഭിക്കേണ്ട ഒഴി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ മുടങ്ങുമെന്നും പ്രതിപക്ഷം ആശങ്ക പ്രകടിപ്പിച്ചു. ഈ വിവേചനത്തിൽ ശക്തമായ പ്രതിഷേധം സർക്കാരിലേക്ക് അറിയിക്കണമെന്ന് ആവശ്യം തള്ളിയതിലും പ്രതിഷേധമുണ്ടെന്നും KM ഇസഹാഖ് പറഞ്ഞു. ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് ഈ വർഷത്തെ, അതായത് 2025-26 പ്ലാൻ ഫണ്ട് ഇനത്തിൽ 4,69,78,000 രൂപയാണ് ഫണ്ട് അലോക്കേഷൻ. എന്നാൽ 2 തവണയായി 1,40,00,000 രൂപയും 1,20,00,000 രൂപയായി ലഭിച്ചു. നമ്മുടെ ഫണ്ട് പൂർത്തീകരിക്കാൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ട ചില പദ്ധതികൾ, അങ്ങനെ 2,60,00,000 രൂപയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോ നിലവിൽ ലാസ്റ്റ് ഗഡു എന്ന് പറയുന്നത് അനുവദിച്ചിട്ടേ ഇല്ല. 2,09,06,668 രൂപ ചെർപ്പളശ്ശേരി നഗരസഭക്ക് നഷ്ടപ്പെട്ടു. അതിനൊരു പറയുന്ന വാദം ഒരു മുനിസിപ്പാലിറ്റിക്കും കൊടുത്തിട്ടില്ല എന്നാണ്, ഒരു പഞ്ചായത്തിനും കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ ഈ ഫലത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഫലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് ചെർപ്പളശ്ശേരിയിലും സംഭവിച്ചു. ചെർപ്പളശ്ശേരിയിൽ സംഭവിച്ചപ്പോ വന്നിട്ടുള്ള കുഴപ്പം എന്തൊക്കെയാണ്? ഭിന്നശേഷിക്കാരുടെ 2ാം ഗഡു ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട വിഭാഗം ഭിന്നശേഷിക്കാരാണ്. അവരുടെ ഫണ്ട് ഒരു കാരണവശാലും വൈകി പോകാൻ പാടില്ല. അവർക്ക് 7,78,000 രൂപ നൽകണം നമ്മൾ. അതുപോലെ തന്നെയാണ് മിൽക്ക് ഇൻസെന്റീവ്. പാവപ്പെട്ട ക്ഷീര കർഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ലിറ്ററിന് ഇത്ര രൂപ സബ്സിഡി എന്ന നിലയിൽ കൊടുക്കുന്നതാണ് മിൽക്ക് ഇൻസെന്റീവ്. സൊസൈറ്റികൾ വഴി 10 ലക്ഷം രൂപ അതിന് നമ്മൾ മാറ്റിവെച്ചതാണ്. നമ്മളൊരു രൂപയും കൊടുത്തിട്ടില്ല. മാത്രമല്ല, കൃഷിക്കാർ, ചെർപ്പളശ്ശേരി ഒരു നഗരത്തിന്റെ പരിവേഷം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു ഗ്രാമീണ ഗ്രാമമാണല്ലോ ചെർപ്പളശ്ശേരി. ആ സ്ഥിതിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന കുറെ ആളുകളാണല്ലോ. അവർക്ക് ഇന്ന് കർഷകർക്ക് അവർക്ക് നിലത്ത് നെൽകൃഷി നടത്താനോ അതിനാവശ്യമായിട്ടുള്ള ആളുകളെ, തൊഴിലാളികളെ ലഭ്യമാകാനോ ഒക്കെ വലിയ പ്രയാസം അനുഭവപ്പെടുന്നതാണ്. നമുക്കറിയാം, അത് മൊത്തം സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. അവിടെ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഉഴവ് കൂലി പദ്ധതി. ആ പദ്ധതിയിൽ 20ഓളം പാടശേഖര സമിതികൾക്ക് നമ്മളെ നഗരസഭ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം 50 ലക്ഷം രൂപ ആ ഇനത്തിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ 8 പാടശേഖര സമിതിക്ക് 22 ലക്ഷം രൂപയും 11 പാടശേഖര സമിതിക്ക് 11 ലക്ഷം രൂപയും നഗരസഭ കൊടുക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ എന്ന് പറഞ്ഞത്, ഞാൻ ഇന്ന് അജണ്ടകൾക്ക് മുൻപേ, കാരണം ഇതാണ് പ്രധാന അജണ്ട ഇതാണ്. ഇത് എന്തുകൊണ്ട് ഇവര് റൈസ് ചെയ്തില്ല, ഇവർ പറഞ്ഞില്ല. ആദ്യം ഇതാണല്ലോ പറയേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക ക്രൈസിസ് നമ്മുടെ നഗരസഭ നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇത് കാരണം എന്താണ്? പുറത്ത് പാവപ്പെട്ട വീട് നിർമ്മാണം, പുനരുദ്ധാരണം, ഭവന പുനരുദ്ധാരണത്തിന് വെച്ച ആളുകൾക്ക് പോലും അവർക്ക് ഫസ്റ്റ് ഗഡു കൊടുത്തിട്ടില്ല. മുഴുവൻ പണി കഴിഞ്ഞ് ഫയൽ സബ്മിറ്റ് ചെയ്തവർക്ക് 2ാം ഗഡു കൊടുത്തിട്ടില്ല. അപേക്ഷിച്ചവർക്ക്, പണിയെടുക്കുന്നവർക്ക് 1 ഗഡു കൊടുത്തിട്ടില്ല. അങ്ങനെ 3 തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ആ മേഖലയിൽ തന്നെയുണ്ട്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതിന്റെ പുറമെയാണ് ഇപ്പോൾ ഈ വിഷയം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഫണ്ട് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ ഞങ്ങൾ ഇന്ന് അജണ്ടകൾക്ക് മുൻപേ ഇത് പറഞ്ഞത് എന്തിനാ? ഇതിന് പരിഹാരം ഉണ്ടാകണം. എങ്ങനെ പരിഹാരം ഉണ്ടാവും? 2 തരത്തിൽ പരിഹാരം ഉണ്ടാക്കണം. 3 തരത്തിൽ പരിഹാരം ഉണ്ടാക്കാം. ഒന്ന്, ഈ ഗവൺമെന്റിനെ ഇത് അറിയിക്കണം. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ച് ഭരണസമിതി ഒരു ഒഴുക്ക മറുപടിയാ പറഞ്ഞ് വരാം വരാതിരിക്കാം എന്നൊക്കെ പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു വന്നോന്ന് ചോദിച്ചപ്പോ വന്നിട്ടില്ല. എന്തെങ്കിലും നിർദ്ദേശം ഇത് നിങ്ങൾക്ക് ഇതാ ഇപ്പോ 3-ാം ഗഡു വരാൻ വേണ്ടി പോകുന്നു എന്ന നിർദ്ദേശം കേരളത്തിലെ ഗവൺമെന്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു നിർദ്ദേശവും ഒരു കടലാസും നാളിതുവരെ ചെർപ്പശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഇന്ന് കൗൺസിലിൽ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഈ പണം കൊടുക്കണം. ഇവർക്ക് ഈ പണം കൊടുക്കാൻ എന്ത് ചെയ്യണം? അത്യാവശ്യം ഓൺ ഫണ്ടുള്ള നഗരസഭയാണ് ചെർപ്പശ്ശേരി. കെട്ടിട ഫണ്ടിന്റെ ഒക്കെ പേരിൽ ഞങ്ങൾ വേറെ ആക്ഷേപം കേട്ടതാണ്. അതിന്റെ ഓൺ ഫണ്ടുള്ള ചെർപ്പശ്ശേരി ഓൺ ഫണ്ട് നിന്ന് എടുത്തു കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത കാശുണ്ട് ബാങ്കിലെ, സർവീസ് ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം ഉണ്ട്. ആ പണം എടുത്തിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തിട്ട് കൊടുക്കണം. നമ്മള് വിത്തെടുത്ത് പണയം വെക്കൽ പതിവില്ലല്ലോ. നമ്മുടെ ആ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ പണമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോ ഇത്തരം ആളുകള് ആര്? ക്ഷീര കർഷകർ, ഭിന്നശേഷിക്കാർ, കർഷകര്, ഈ വീട് ഭവന പുനർനിർമ്മാണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ തുടങ്ങി ഒട്ടനവധി പേർ ചെർപ്പശ്ശേരി നഗരസഭയുടെ ആനുകൂല്യവും ഫണ്ടും കാത്തിരുന്ന് മടുത്ത് ഞങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഫണ്ട് കിട്ടാത്ത, എന്താ ഇതിന്റെ കാര്യം? അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ കൗൺസിലിൽ ചോദിക്കാൻ ബാധ്യസ്ഥരല്ലേ. ആ നിലയിലാണ് നമ്മളിന്ന് കൗൺസിലിൽ ഇത് ചോദിച്ചത്, ഇതിന് പരിഹാരം തേടണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ നല്ല ഭയത്തോടെ പറഞ്ഞു, അല്ല അതൊരു കാരണവശാലും പറ്റില്ല, തള്ളിക്കളഞ്ഞു എന്നാ പറഞ്ഞത്. ഞങ്ങളെ ആ നിർദ്ദേശം ശ്രീ സുബീഷ് കൗൺസിലർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. നിഷാദ് കൗൺസിലറൊക്കെ പറഞ്ഞു ഇത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. എന്നിട്ട് നമുക്ക് ഈ ഫണ്ട് ലഭിക്കാത്ത പോരായ്മ അവരെ ബോധ്യപ്പെടുത്തുകയും ഉടനടി ഫണ്ട് നമുക്ക് അനുവദിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ഈ കൗൺസിൽ ഒന്നടങ്കം നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതിന് എന്താ കുഴപ്പം? നമുക്ക് ലഭിക്കാനുള്ള പണം വേണമെന്ന് പറയാൻ എന്താ വൈസ് ചെയർമാൻ ഭയം? അപ്പോ ഒരു രാഷ്ട്രീയ വിധേയത്തിന്റെ ഏത് ഗവൺമെന്റ് ആവട്ടെ, നമ്മളതിൽ ഗവൺമെന്റിനല്ല പരാമർശിക്കുന്നത്. നമുക്ക് കിട്ടേണ്ട പണം ലാസ്റ്റ് ഗഡു യഥേഷ്ടം പണം ഖജനാവിലുണ്ട് എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ പണം ലാസ്റ്റ് അലോക്കേഷൻ എന്തുകൊണ്ട് വന്നില്ല? വരാത്തതിന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ സർവീസ് ബാങ്കിൽ സ്വരൂപിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റായി പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പണമെടുത്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് ഈ പണം വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിരാകരിച്ച ഭരണസമിതിയുടെ നടപടിയിൽ ചെർപ്പശ്ശേരി UDF ഭരണസമിതി അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സർക്കാർ വിഹിതം ലഭിച്ചില്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്നോ നഗരസഭയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നോ തുക നീക്കിവെക്കണമെന്നും KM ഇസഹാക്ക് ആവശ്യപ്പെട്ടു. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.